എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്? ആരെല്ലാമാണ് ഈ ഫണ്ടിന്റെ ഉപഭോക്താക്കൾ? എങ്ങനെയാണ് ഈ ഫണ്ടുകൾ വിനിയോഗിക്കുന്നത്? പൊതുജനങ്ങൾക്ക് ഈ ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിവ് ലഭിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നൽകാൻ പോകുന്നത്. ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട്? പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച അർഹരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അതുപോലെ തന്നെ മാരക രോഗങ്ങൾ അലട്ടുന്ന നിർധരരായ ജനങ്ങൾക്കും അടിയന്തര ആവശ്യമായ ധനസഹായം നൽകുന്ന ഫണ്ടിനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത്. വിവിധ തലങ്ങളിലുള്ള ഗവൺമെന്റ് ഓഫീസേഴ്സിനു സാങ്ഷൻ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന തുകയിൽ ഗവൺമെന്റ് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഡിസ്ട്രിക്ട് കളക്ടർ അപ് ടു 10,000, സ്പെഷ്യൽ സെക്രട്ടറി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അപ് ടു 15,000, റവന്യൂ മിനിസ്റ്റർ അപ് ടു 25,000, ചീഫ് മിനിസ്റ്റർ അപ് ടു 3 lakh, ക്യാബിനറ്റ് മോർ ദാൻ 3 lakh. അതുപോലെ Cmdrf ഫണ്ടുകൾ RTIയുടെ കീഴിൽ വരുന്നതുകൊണ്ട് പൊതുജനങ്ങൾക്ക് RTI നൽകിക്കൊണ്ട് അഥവാ വിവരാവകാശ നിയമപ്രകാരം അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നു. Cmdrf ഫണ്ടുകൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓപ്പൺ ഓഡിറ്റിനു വിധേയമാവുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചിലവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള നിയമസഭയുടെ മുമ്പാകെ ഹാജരാക്കപ്പെടുന്നു. ഇനി ഈ ഫണ്ടിന്റെ സുതാര്യതയെക്കുറിച്ച് പറയാം. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആണ് ഫണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഫണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ധനകാര്യ സെക്രട്ടറി ആണെങ്കിലും Cmdrf നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. Cmdrfന്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അയാളുടെ അല്ലെങ്കിൽ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ താൽപ്പര്യത്തിനനുസൃതമായി പണം പിൻവലിക്കാനോ കൈമാറാനോ കഴിയില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. Cmdrf ഒരു ഫുള്ളി വെബ് മാനേജർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് എത്ര രൂപ ചിലവഴിച്ചെന്നും അതിൻ്റെ ചിലവിനെക്കുറിച്ചും അത് എന്തിനൊക്കെ വേണ്ടിയാണ് വിനിയോഗിച്ചതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ വിവരങ്ങൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ DRF വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്ന് ഒരു വീഡിയോയുടെ സഹായത്തോടെ ഇവിടെ കാണിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ DRF സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ സ്റ്റാൻഡ് വിത്ത് കേരള ചീഫ് മിനിസ്റ്റേഴ്സ് പാൻഡമിക് റിലീഫ് ഫണ്ട് എന്ന് കാണാം. അത് നിലവിൽ COVID-19 ഫണ്ട് കളക്ഷന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. അതിനു താഴെ നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഫണ്ട് എന്ന ഓപ്ഷൻ കാണാം. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കലാമിറ്റീസിൽ നിലവിൽ COVID-19 അതുപോലെ ഫ്ലഡ് 2018-19 എന്ന് കാണാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് 2018-19 ഫ്ലഡിൻ്റെ അലോക്കേഷനെ കുറിച്ചാണ്. ഈ ഡീറ്റെയിൽസിൽ നമുക്ക് ഇതുവരെ കളക്ട് ചെയ്ത എമൗണ്ട് എത്രയാണെന്നും അത് എവിടെ നിന്നാണ് ലഭിച്ചതെന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് ഏകദേശം നിലവിലെ കണക്കനുസരിച്ച് 4,000 കോടിക്ക് മുകളിൽ വരും. അത് കഴിഞ്ഞ് അലോക്കേഷനിൽ പോയാൽ എന്തിനെല്ലാമാണ് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി വീണ്ടും എക്സ്പെൻഡിച്ചറിലേക്ക് തിരിച്ചു വന്നാൽ COVID-19 എക്സ്പെൻഡിച്ചർ ക്ലിക്ക് ചെയ്യുക. എത്ര രൂപയോളം ഇതുവരെ കളക്ട് ചെയ്തെന്ന് ഇവിടെ വ്യക്തമായി കാണാം. അതുപോലെ എവിടെയെല്ലാം ആ തുക ചിലവാക്കിയെന്നും കാണാം. ഇനി ഇന്ന് എത്ര രൂപ കിട്ടിയെന്നറിയാൻ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇന്നത്തെ സമ്മറി ഇവിടെ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എത്ര രൂപ ഇന്ന് ലഭ്യമായി എന്നുള്ള ഡീറ്റെയിൽസ്.
അതുപോലെ ഓരോ ദിവസങ്ങളായി കിട്ടിയ മറ്റു തുകയെക്കുറിച്ചും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും DRF ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നത് സ്വന്തം ഉത്തരവാദിത്തമായി കണക്കാക്കണം. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നാളെ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ സമൂഹത്തിനോ വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ടിൽ നിന്നായിരിക്കും അതിനുള്ള തുക വിനിയോഗിക്കുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വെബ്സൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് Cmdrf ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത് റീബിൽഡ് കേരളയിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.